അപ്പോഴാണ് അനു അവിടെയുള്ള സ്റ്റൂളിൽ കാല് തട്ടി താഴെ വീണത്. പക്ഷെ അവൾക്ക് വേദനിച്ചില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൾ കിടക്കുന്നത് ഗൗതമിൻ്റെ നെഞ്ചത്താണെന്ന്. അവനെ കണ്ടതും അനുവിൻ്റെ കണ്ണ് തള്ളി പുറത്തു വന്നില്ല എന്നേ ഉള്ളൂ. ഒരു നിമിഷം അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. എന്തോ വീഴുന്ന ശബ്ദം കേട്ടാണ് റൂമിലിരിക്കുന്ന നീരവും ഫ്രണ്ട്സും പിന്നെ അനുവും അലിയും വന്നു നോക്കിയത്. വന്നപ്പോൾ കണ്ട കാഴ്ച അനു ഗൗതമിൻ്റെ നെഞ്ചത്ത് കിടക്കുന്നതാണ്. അത് കണ്ടവരെല്ലാം പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ കണ്ണും തള്ളി നിൽക്കുകയാണ്. അലി, ഇതിപ്പോൾ ഒരു സ്ഥിരം കലാപരിപാടി ആയിട്ടുണ്ടല്ലോ. ഇവിടെ ഇത്രയും പേരുണ്ടായിട്ടും ഇവർ മാത്രം എന്താ എപ്പോഴും വീഴുന്നത്? അതും ശരിയാണ്. ഇനി ഇവരെങ്ങാനും മറ്റേതായിരിക്കുമോ? ഏത്? എല്ലാവരും കൂടെ ചോദിച്ചു. സോൾമേറ്റ്സ്. അത് പോരാ, ഏട്ടൻ്റെ സോൾമേറ്റിന് ഏട്ടൻ 3 വർഷം പ്രണയിച്ച ശേഷം ഇപ്പം ദാ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ആര്? നികിതയാണോ? അല്ലാതാരാ? ഒട്ടും താല്പര്യമില്ലാത്ത പോലെ നീരവ് പറഞ്ഞു. പിന്നെ അവർ ഗൗതമിനെയും അനുവിനെയും നോക്കി. പക്ഷെ അപ്പോഴും അവർ അതേ പൊസിഷനിൽ തന്നെയാണ്. പിന്നെ ചുറ്റും നിന്നും ചുമ കേട്ടപ്പോഴാണ് 2 പേർക്കും ബോധം വന്നത്. പെട്ടെന്ന് തന്നെ അനു അവനിൽ നിന്ന് കണ്ണു വെട്ടിച്ചു. പിന്നെ പെട്ടെന്ന് എണീച്ചു. കൂടെ ഗൗതമും. 2 പേരും പരസ്പരം മുഖത്ത് നോക്കാനായി പ്രയാസപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് പോകാൻ തുനിഞ്ഞതും അവർ തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഫ്രണ്ട്സിനെ കണ്ട് ഗൗതം അതൊന്നും മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോയി. അനു അവിടെ നിന്നൊന്ന് പരിങ്ങി. അത് ഞാനിങ്ങനെ ഫോൺ ചെയ്ത് വന്നപ്പോൾ സ്റ്റൂൾ തട്ടി വീണതാ. അനു എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അതിനെല്ലാവരും ഒന്നാക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. മോളെ അനു, ഈയിടെയായി നിനക്ക് വീഴുന്നത് കുറച്ച് കൂടുതലാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ നിന്റെ അന്ത്യം നിഖിതയുടെ കൈ കൊണ്ടായിരിക്കും. അതിനെല്ലാവരും ചിരിച്ചു. അനു എല്ലാവരെയും ഒന്ന് ദഹിപ്പിച്ചു നോക്കി. പിന്നെ പെട്ടെന്ന് തന്നെ അനുവും അലിയും അച്ചുവും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. നീരവും ഫ്രണ്ട്സുമാണ് അവരെ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കൊഴിഞ്ഞുപോയി. ഇതിനിടയ്ക്ക് നീരവും ആദിയും അഭിയും അനുവും അച്ചുവും അലിയും ഒക്കെ കട്ട ഫ്രണ്ട്സായി. പിന്നെ നിഖിത എല്ലാവരുടെയും മുമ്പിൽ ഷോ ഇറക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഗൗതമിനെയും കൂട്ടി കോളേജിൽ വരാറുണ്ട്. നാളെയാണ് 25th, അതായത് ഗൗതമിൻ്റെ വിവാഹം. അനുവും നീരവും ഒക്കെ കൂടെ എന്തൊക്കെയോ പ്ലാനിങ്സ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും വിവാഹം അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. തലേ ദിവസം തന്നെ നീരവ് അനുവിനൊപ്പം ഫ്രണ്ട്സിനോടും ചെല്ലാൻ നിർബന്ധിച്ചെങ്കിലും കിഷോറും ദേവിയും നന്ദുവും ഒക്കെ വിവാഹ ദിവസം രാവിലെ പോകുന്നുള്ളൂ. അതുകൊണ്ട് അനുവും അലിയും അച്ചുവും അവരോടൊപ്പം ചെല്ലാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാവരും പോവാൻ വേണ്ടി റെഡിയായി. അച്ചുവും അലിയും അപ്പോഴേക്കും വന്നിരുന്നു. നേവി ബ്ലൂ കളർ സാരിയായിരുന്നു അനുവിൻ്റെ വേഷം. അധികം അണിഞ്ഞൊരുക്കമൊന്നുമില്ല. കാതിൽ ചെറിയൊരു കമ്മലും കഴുത്തിലായി കുഞ്ഞുമാലയും പിന്നെ ആ വെള്ളാരക്കൽ മുക്കുത്തിയും. മുടി സാധാ പോലെ അഴിച്ചിട്ടിട്ടുണ്ട്. അച്ചുവും അലിയും വേറെ വേറെ കളർ സാരിയായിരുന്നു ഉടുത്തത്. മേനോൻ്റെ വീടിനടുത്തുള്ള ഹാളിൽ വെച്ചാണ് വിവാഹം. അങ്ങനെ അവർ യാത്ര തുടങ്ങി. നിമിഷങ്ങളുടെ യാത്രയ്ക്ക് ശേഷം അവർ ഹാളിലെത്തി. അവിടെ മൊത്തം ഫുൾ ഹൈ ഡെക്കറേഷനാണ്. അവരെ കണ്ടതും മേനോനും കുടുംബവും അവരെ ആദരവോടെ അകത്തേക്ക് ക്ഷണിച്ചു. അനുവും അലിയും അച്ചുവും മേനോനെയും ലക്ഷ്മിയെയും ആര്യയും ഒക്കെ ഒന്ന് മുഖം കാണിച്ച് നീരവിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും അടുത്ത് പോയി നിന്നു. മുഹൂർത്തം തുടങ്ങാറായി. ഗൗതം സ്റ്റേജിൽ പോയിരുന്നു. ഗോൾഡൻ കളർ ജുബ്ബയും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. അപ്പോഴും സൈഡിലായി നിൽക്കുന്ന അനുവിൻ്റെ നേരെ അവൻ്റെ കണ്ണുകളൊന്ന് ഉടക്കി നിന്നു. അപ്പോഴാണ് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഗൗതമിൻ്റെ ചെവിയിൽ വന്നെന്തോ പറഞ്ഞത്. അത് കേട്ടതും അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ശേഷം ദേഷ്യത്തിൽ സ്റ്റേജിൽ നിന്നിറങ്ങിപ്പോയി. ഒന്നും മനസ്സിലാവാതെ ആ സമയം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മുഖത്തോട് മുഖം നോക്കി. ശേഷം മേനോനും ലക്ഷ്മിയും ഗൗതമിൻ്റെ പിന്നാലെ പോയി. അനുവും ഫ്രണ്ട്സും നീരവിനെ നോക്കി. അവനൊന്നും മനസ്സിലാവാതെ കൈമലർത്തി. അപ്പോഴാണ് അവനൊരു കോൾ വന്നത്. അത് അറ്റൻഡ് ചെയ്ത് അവനും വെപ്രാളത്തിൽ അങ്ങോട്ട് പോയി. വന്നവരെല്ലാം എന്താ എന്ന പോലെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അനു കിഷോറിൻ്റെ അടുത്ത് പോയി കാര്യം തിരക്കി. അപ്പോഴാണ് അവരറിയുന്നത് നിഖിത ആരുടെയോ കൂടെ ഒളിച്ചോടിയെന്ന്. അത് കേട്ടതും അനുവും അലിയും അച്ചുവും മുഖത്തോട് മുഖം നോക്കി. ശേഷം അവർ വാ പൊത്തിച്ചിരിച്ചു. ഹോ, എന്തൊക്കെയായിരുന്നു അവളുടെ ജാട! ഇപ്പോൾ വേറെത്തിൻ്റെ കൂടെ പോയി. അതിന് അനുവും അലിയും ഒന്ന് ചിരിച്ചു. അങ്ങേർക്കിത് കിട്ടണം, എന്തൊരു ജാടയായിരുന്നു, അവൾ സ്വയമേ പറഞ്ഞു. അപ്പോഴാണ് മേനോൻ കിഷോറിനെ വിളിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞത്. ഉടനെ തന്നെ കിഷോറും ദേവിയും അങ്ങോട്ട് പോയി. പിന്നെ കാര്യങ്ങൾ അറിയാൻ അനുവും അലിയും അച്ചുവും കൂടെ പോയി.
അവിടെ എത്തിയപ്പം അവരെല്ലാം ഒരു ഒഴിഞ്ഞ മുറിയിൽ നിൽക്കുകയാണ്. ഗൗതം തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും നല്ല ആദിയിലാണ്. കിഷോറിനെ കണ്ടതും മേനോൻ അയാളെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെടുന്നുണ്ട്. പോയടാ പോയി, അവൾ എൻ്റെ മോനെ ചതിച്ചിട്ട് പോയി. കിഷോർ അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? നാട് മൊത്തം കല്യാണവും വിളിച്ചു, ഓഡിറ്റോറിയം മൊത്തം ആളുകളാണ്. ഇവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും എൻ്റെ ഈശ്വര? കരയാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നീരവ് ഗൗതമിൻ്റെ അടുത്ത് പോയി സാന്ത്വനിപ്പിക്കുന്നുണ്ട് ദേവി ലക്ഷ്മിയെയും. അപ്പോഴാണ് അവിടെ നിന്ന് ആരോ പറഞ്ഞത്, ഈ വിവാഹം ഇന്ന് നടത്തണം. വധുവിന് പകരം മറ്റൊരു പെൺകുട്ടിയെ നമ്മൾ കണ്ടെത്തും. അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് കുറച്ച് പ്രകാശം നിറഞ്ഞു. ഇയാളത് എന്ത് തേങ്ങയാ പറയുന്നത്? പിന്നെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ ആരെ കിട്ടാനോ? അനു അച്ചുവിനോടും അലിയോടുമായി പറഞ്ഞു. പിന്നല്ലാതെ അവർ രണ്ടുപേരും അവളെ സപ്പോർട്ട് ചെയ്തു. അപ്പോഴാണ് മേനോനും കിഷോറും കുറച്ചങ്ങോട്ട് മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത്. എല്ലാവരും അവരെ തന്നെ വീക്ഷിക്കുന്നുണ്ട്. കുറച്ച് നിമിഷത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. എന്നിട്ട് മേനോൻ പറഞ്ഞു, ഈ വിവാഹം ഇന്ന് തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടക്കും. വധു കിഷോറിൻ്റെ മകൾ അനാമിക. അത് കേട്ടതും തൻ്റെ സമനില തെറ്റുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ ഒന്നും മനസ്സിലാവാതെ കിഷോറിനെ തന്നെ നോക്കി നിന്നു. അലിയും അച്ചുവും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ദേവിയും നന്ദുവും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ലക്ഷ്മിയുടെയും നീരവിൻ്റെയും മുഖത്ത് പ്രകാശം നിറഞ്ഞു. ഗൗതം തല പൊക്കി അനുവിനെ ഒന്ന് നോക്കി. എല്ലാവരുടെയും ദൃഷ്ടി അനുവിലേക്ക് പതിപ്പിച്ചു. അനു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വെളിയിലേക്ക് പോയി. അതെല്ലാവരെയും ഒന്ന് ഭയപ്പെടുത്തി. ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ കിഷോറും ദേവിയും നന്ദുവും പിന്നെ അലിയും അച്ചുവും. അനു അവിടെ തൂണിൽ തലചാരി നിൽക്കുകയാണ്. കിഷോർ അവളുടെ തോളിൽ കൈവച്ചു. അനു ഒന്ന് തിരിഞ്ഞു നോക്കി. അച്ഛാ, എന്താ ഇതൊക്കെ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. മോളെ അനു, മോളെന്നോട് ക്ഷമിക്കണം. ഇപ്പം ഇതേ വഴിയുള്ളൂ. പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. അവരുടെ അഭിമാനം നമ്മളെക്കൊണ്ട് സംരക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാകും. കാരണം അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വെറും ഒരു എംപ്ലോയി മാത്രമല്ല, മേനോൻ സാർ എന്നെ കാണുന്നത് നല്ലൊരു സുഹൃത്തും കൂടിയായിട്ടാണ്. മാത്രമല്ല, ഈ വിവാഹം ഞാനും മേനോൻ സാറും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ സ്വയം കണ്ടുപിടിച്ചു. ഒരു പക്ഷേ ഇത് ദൈവത്തിൻ്റെ തീരുമാനമാവും. മോളിതിനെ സമ്മതിക്കണം, അച്ഛനെ ഓർത്തെങ്കിലും. അതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനു അവിടെ നിന്ന് കണ്ണുനീർ വാർത്തു. അനു, മോളെ, നിൻ്റെ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാവും. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. അതിങ്ങനെയൊന്നും ആവാൻ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ അവരുടെ അവസ്ഥ ഇതിനേക്കാളും ദയനീയമാണ്. ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ ഇത് ദൈവത്തിൻ്റെ തീരുമാനമാവാം. അവൾ ഒരുപാട് എതിർത്തെങ്കിലും പിന്നെ മേനോനും ലക്ഷ്മിയും വന്ന് കൈകൂപ്പി പറഞ്ഞപ്പോൾ അവൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അനു സമ്മതിച്ചു. ശേഷം അലിയും അച്ചുവും ആര്യയും കൂടെ അനുവിനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ആ വിവാഹ പുടവയിൽ അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും അതെല്ലാം അവൾക്കൊരു സ്വപ്നമായി തോന്നി. പിന്നെ അവളെ ഒരുക്കിക്കൊണ്ട് താഴേക്ക് കൊണ്ടുവന്നു. സ്റ്റേജിലിരിക്കുകയായിരുന്നു ഗൗതം. ബാക്കി എല്ലാവരും ഓരോ സ്ഥലത്തായിരിക്കുന്നുണ്ട്. മെറൂൺ കളർ സാരിയും മേലെ നിറയെ ആഭരണങ്ങളും തല നിറയെ മുല്ലപ്പൂവും ചൂടി വിവാഹ വസ്ത്രത്തിൽ നവവധുവായി താഴേക്കിറങ്ങി വരുന്ന അനുവിനെ ഒരു നിമിഷം എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഒപ്പം ഗൗതമും. പക്ഷെ അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് ആ വെള്ളാരക്കൽ കുത്തിയിലായിരുന്നു. അനു തല താഴ്ത്തിയാണ് നിൽക്കുന്നത്. ആര്യ അനുവിനെ സ്റ്റേജിൽ ഗൗതമിൻ്റെ അടുത്ത് കൊണ്ടുപോയിരുത്തി. ബാക്കി ബന്ധുക്കളെല്ലാം അവരുടെ പിന്നിലായി നിൽക്കുന്നുണ്ട്. മുഹൂർത്തമായി, പൂജാരി പറഞ്ഞു. അത് കേട്ടതും അനുവിൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. ചെണ്ടമേളം തുടങ്ങി. പൂജാരി ഗൗതമിൻ്റെ കയ്യിൽ താലി എടുത്തു കൊടുത്തു. ഗൗതം അത് വാങ്ങിക്കൊണ്ട് അനുവിനെയും താലിയെയും മാറി മാറി നോക്കിക്കൊണ്ട് അത് അവളുടെ കഴുത്തിൽ അണിയിച്ചു. ആ ഒരു നിമിഷം അനു അവനെ ഒന്ന് നോക്കി. അപ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിലൊന്ന് ഉടക്കിയോ എന്നെല്ലാവരും മംഗളം നേർന്നുകൊണ്ട് പൂക്കൾ വിതറാൻ തുടങ്ങി. ശേഷം അവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. അവരവരുടെ മാതാപിതാക്കൾ അവർക്കായി ദൈവത്തിൻ്റെ മുൻപിൽ നന്ദി പറഞ്ഞു. അവനോടൊപ്പം അവൻ്റെ സുമംഗലിയായി ജീവിതത്തിൽ ഒരുമിച്ച് മുന്നേറാനുള്ള ആ 7 വാഗ്ദാനങ്ങളാൽ ആ അഗ്നിക്ക് ചുറ്റും അവൻ്റെ വിരലിനാൽ വിരൽ കോർത്ത് വലയം ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ ഉടലെടുത്ത ഒരേ ഒരു ചോദ്യമായിരുന്നു, ഇത് ജീവിതമാണോ അതോ തകർച്ചയോ?